2024 മെയ് 3 വെള്ളി. ഇന്ന് 1199 മേടം 20. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സൂര്യാഘാതം സംസ്ഥാനത്ത് 2 മരണം കൂടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടും. കൊടുംചൂടേറ്റ സംസ്ഥാനത്ത് 2 മരണം കൂടി. കൂടുതൽ സുരക്ഷാ നടപടികളുമായി സർക്കാർ. ഈ മാസം 6 വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. പരീക്ഷകൾക്ക് മാറ്റമില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ: സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ പാടില്ല. പോലീസ്, അഗ്നിരക്ഷാസേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. കലാകായിക പരിപാടികൾ പകൽ 11 മുതൽ 3 വരെ നടത്താൻ പാടില്ല. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. ലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കണം. തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ എടുക്കണം. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ ചൂടിന് കുറവില്ല. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. +1 സീറ്റ് വർധന തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും +1-ന് മാർജിനൽ സീറ്റ് വർധന അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2022-23 താൽക്കാലികമായി അനുവദിച്ച 77 ഹയർ സെക്കൻഡറി ബാച്ചുകളും മാറ്റി നൽകിയ 4 ബാച്ചുകളും കഴിഞ്ഞ വർഷം താൽക്കാലികമായി അനുവദിച്ച 97 ബാച്ചുകളും തുടരും. 19.22 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ധനവകുപ്പിൻ്റെ അനുമതിക്ക് വിധേയമായിട്ടാകും മാറ്റം നടപ്പാക്കുക. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ 30% മാർജിനൽ സീറ്റ് വർധനയും എല്ലാ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനയും അനുവദിക്കും. ഇതിനു പുറമെ ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% വർധന കൂടി അനുവദിക്കും. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ വർധന. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലും ഇതേ തോതിൽ വർധന അനുവദിക്കും. ഗാസ യുദ്ധം 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ. വെടിനിർത്തൽ 2ാം വട്ട ചർച്ചയ്ക്ക് ഹമാസ് സംഘം. തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ 15 വർഷമെടുക്കുമെന്ന് അമേരിക്ക. 2ാം ഘട്ട ചർച്ചകൾക്കായി ഹമാസ് സംഘം ഉടൻ കൈറോയിലെത്തും. വെടിനിർത്തലിനുള്ള ഇസ്രായേൽ നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം പഠിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി, ഈജിപ്ത് ഇൻ്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഫോണിൽ വിഷയം ചർച്ച ചെയ്തു. 2 ദിവസത്തിനകം ഹമാസ് സംഘം കൈറോ സന്ദർശിക്കുമെന്നാണ് സൂചന. എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതോടെ ഗാസ ആക്രമണം ഇസ്രായേൽ നിർത്തുകയും സേനയെ പിൻവലിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് ലഭിക്കാതെ കരാർ ഒപ്പിടില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു. ഈ നിലപാടുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഹമാസിന് മുന്നിലുള്ളതെന്നാണ് സൂചന. 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 28 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ടവർ 34,596 ആയി. 77,816 പേർക്ക് പരിക്കേറ്റു. യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ പോലും ഗാസയിലെ തകർന്ന വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ 15 വർഷമെങ്കിലും എടുക്കുമെന്ന് UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പറഞ്ഞു. അമേരിക്കയിലെ വിദ്യാർത്ഥി സമരം, സമരക്കുടിലുകൾ പൊളിച്ച് പോലീസ്. പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. US സർവകലാശാലകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ശക്തമാക്കി. ലോസ് ആഞ്ചലസ് കാലിഫോർണിയ സർവകലാശാലയിൽ ഇസ്രായേൽ അനുകൂല, പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വൻ സന്നാഹത്തോടെ രാത്രി എത്തിയ പോലീസ് സംഘം ഇവിടെ സമരക്കാർ സ്ഥാപിച്ച ബാരിക്കേഡുകളും കുടിലുകളും പൊളിച്ചു നീക്കി. മാഡിസണിൽ വിസ്കോസൻ സർവകലാശാലയിലും കുടിൽ പൊളിക്കാനെത്തിയ പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. കൊളംബിയ സർവകലാശാലയിൽ 300 പേർ അറസ്റ്റിലായി. ഹാമിൽട്ടൺ ഹാൾ കയ്യേറിയവരെ പുറത്താക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
ദ സിറ്റി കോളേജ് ഓഫ് ന്യൂയോർക്ക്, മാൻഹാറ്റനിലെ ഫോർഡം യൂണിവേഴ്സിറ്റി, നോർത്തേൺ ആരിസോണ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഇസ്രായേൽ നിക്ഷേപം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഒക്ടോബറിൽ വോട്ടെടുപ്പ് നടത്താമെന്ന് റോഡ് ഐലൻഡിലെ സർവകലാശാല സമ്മതിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കുന്ന ആദ്യ സ്വകാര്യ സർവകലാശാലയാണിത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സുതാര്യതയുണ്ടാക്കുമെന്ന് അധികൃതർ സമ്മതിച്ചതോടെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ സമരം അവസാനിച്ചു. ഇസ്രായേലുമായും ഗാസ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന കമ്പനികളുമായുള്ള കരാറുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 17 കൊളംബിയ സിറ്റി ക്യാമ്പസിൽ ആരംഭിച്ച സമരമാണ് മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചത്. ഇതുവരെ 30 ക്യാമ്പസുകളിൽ നിന്നായി 1600-ലേറെ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. പ്രതിഷേധം. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. കോവിഡ് മൂലം ടെസ്റ്റ് മാറ്റിവെച്ചുവെന്ന ദുരൂഹ സന്ദേശം കള്ളക്കളിയെന്ന ആരോപണം. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രാബല്യത്തിലാക്കിയ ആദ്യ ദിനം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെവിടെയും നടത്താനായില്ല. കോവിഡ് മൂലം ടെസ്റ്റ് മാറ്റിവെച്ചുവെന്ന സന്ദേശം ലഭിച്ചതിനാൽ സ്ലോട്ട് ബുക്ക് ചെയ്തവരിൽ ഭൂരിപക്ഷം പേരും എത്തിയിരുന്നുമില്ല. സന്ദേശം സാങ്കേതിക പിഴവാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുമ്പോൾ കൂടുതൽ പേർ ടെസ്റ്റിന് എത്തുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വകുപ്പ് ചെയ്തതാണെന്ന് പ്രൈവറ്റ് സ്കൂൾ ഉടമകൾ ആരോപിക്കുന്നു. CIT ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനിലും ഉൾപ്പെട്ട സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധിച്ചത്. ഇന്നും പ്രതിഷേധം തുടരും. 15 വർഷം പഴക്കമുള്ള വാഹനം ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചും പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയും വകുപ്പ് ഇറക്കിയ ഉത്തരവിനെതിരെ സംഘടനകൾ നൽകിയ ഹർജിയിൽ ഇന്ന് കോടതി തീരുമാനമെടുത്തേക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് മോദി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പാകിസ്ഥാൻ്റെ അനുയായികളാണ് കോൺഗ്രസെന്നും ഗുജറാത്തിലെ വിവിധ പൊതുയോഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ വീഡിയോ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദിയുടെ ആരോപണം. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ലെന്ന് എഴുതിത്തരാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? കാശ്മീരിൽ 370-ാം വകുപ്പ് റദ്ദാക്കി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് തിരികെ കൊണ്ടുവരുമെന്നും പറഞ്ഞു. വയനാട്ടിൽ ജയിച്ചാൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ കരാറുണ്ടായോ? അതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ വാങ്ങാൻ ധാരണയുണ്ടായോ എന്നൊക്കെ സംശയിക്കണമെന്ന് TV9 ചാനലിനു നൽകിയ അഭിമുഖത്തിലും മോദി ആരോപിച്ചു. 400 സീറ്റ് കിട്ടിയാൽ BJP ഭരണഘടന മാറ്റുമെന്നാണ് പറയുന്നത്. BJPക്കും പിന്തുണയ്ക്കുന്നവർക്കും കൂടി കഴിഞ്ഞ തവണ 400 സീറ്റിനടുത്തുണ്ടായിരുന്നു. എന്നിട്ടും അത് ചെയ്തില്ല. ജവഹർലാൽ നെഹ്റു ആദ്യം നടത്തിയ ഭരണഘടനാ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 1000 തവണ പറഞ്ഞാലും കള്ളം സത്യമാകില്ലെന്ന് ഖർഗെ. കള്ളം 100,000 തവണ ആവർത്തിച്ചാൽ സത്യമാകില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും വിഭജന രാഷ്ട്രീയം വോട്ടർമാരെ ബോധ്യപ്പെടുത്തണമെന്ന് നരേന്ദ്രമോദി BJP ഭാരവാഹികളെ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി മോദിക്കയച്ച കത്തിലാണ് ഖാർഗെയുടെ രൂക്ഷ വിമർശനം. പ്രസംഗങ്ങളിൽ പറഞ്ഞ കള്ളങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടാത്തതുകൊണ്ടാണ് അതേ കള്ളം ആവർത്തിക്കാൻ പാർട്ടി ഭാരവാഹികളോടും മോദി നിർദ്ദേശിക്കുന്നത്. നിരാശയും ആശങ്കയും കാരണമാണ് പ്രധാനമന്ത്രി പദത്തിന് ചേരാത്ത ഭാഷ മോദി ഉപയോഗിക്കുന്നത്. RSSും പിന്നീട് BJPയുമാണ് സംവരണത്തെ തുടർച്ചയായി എതിർത്തിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പൂർവിക സ്വത്തിന് കോൺഗ്രസ് നികുതി ഏർപ്പെടുത്തുമെന്ന മോദിയുടെ വാദം കള്ളമാണ്. മോദി സർക്കാരിലെ ധനമന്ത്രിയാണ് പൂർവിക സ്വത്തിൽ നികുതി വേണമെന്ന് നിരന്തരം വാദിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. മോദിയുടെ നയങ്ങളോ പ്രചാരണമോ ആളുകളെ ആവേശഭരിതരാക്കുന്നില്ലെന്നാണ് ആദ്യ 2 ഘട്ടങ്ങളിലെ കുറഞ്ഞ പോളിംഗ് സൂചിപ്പിക്കുന്നത്. വേനൽ ചൂടിലല്ല, മോദിയുടെ നയങ്ങളിലാണ് സാധാരണക്കാർ ഉരുകുന്നത്. ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മോദി ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത 20 സൈനികരെ അവഹേളിക്കുകയായിരുന്നുവെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. അജ്ഞാത കോളുകൾ പേര് തെളിയുന്ന ട്രയലുടൻ. ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നെത്തുന്ന കോളുകൾക്കൊപ്പം വിളിക്കുന്നയാളുടെ പേര് ലഭ്യമാക്കാനുള്ള സംവിധാനത്തിന് ട്രയൽ ആരംഭിക്കാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ടെലികോം കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഏതാനും മാസത്തിനകം ചില സർക്കിളുകളിൽ ട്രയൽ നടന്നേക്കും. നമ്പറിനൊപ്പം പേരുകൂടി കാണിക്കുന്ന കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ രാജ്യത്ത് നടപ്പാക്കണമെന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി കേന്ദ്രത്തിന് നൽകിയ നിർദ്ദേശം. സിം എടുക്കാൻ ഉപയോഗിച്ച KYC തിരിച്ചറിയൽ രേഖയിലെ പേരായിരിക്കും സ്ക്രീനിൽ തെളിയുക. ശുഭദിനം. നന്ദി.